ഒരുപക്ഷെ കടകംപള്ളിയെ ബലി കൊടുക്കാൻ പാർട്ടി തീരുമാനിച്ചാൽ അതിൽ അതിശയിക്കേണ്ടതില്ല. പാർട്ടി ഇതിനകത്ത് രാഷ്ട്രീയ ലാഭനഷ്ടങ്ങളല്ലേ നോക്കുകയുള്ളൂ. അപ്പോൾ ശബരിമലയിലും ഇപ്പോൾ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് അയ്യപ്പനാണെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടാനില്ല. കാര്യം എന്താണെന്നറിയാമോ? പട്ടാപ്പകലാണ് കഥകളക്കി കൊണ്ടുപോകുന്നത്. CBI കേരളത്തിൽ ജയിച്ചിട്ടുള്ള കേസുകൾ അത് മമ്മൂട്ടിയുടെ സിനിമയിൽ മാത്രമാണ്. ഗ്രൗണ്ട് ലെവലിൽ CBI ഒരു കേസും തെളിയിച്ചിട്ടില്ല. ഇപ്പോൾ അവൈലബിൾ ഓപ്ഷൻസിൽ ഈ ടീം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ ഇത് അന്വേഷിക്കുന്നതാണ് നല്ലത്. കാരണം ടൈം ബീയിങ് എങ്കിലും ഹൈക്കോടതിയുടെ സംരക്ഷണയിലാണ് അവർ. ആ സ്വാതന്ത്ര്യം അവർക്കുണ്ട്, ആ ധൈര്യവും അവർക്കുണ്ട്. ശബരിമല വെച്ചാണ് ബാക്കിയെല്ലാം നടക്കുന്നത്. ഗുരുവായൂർ ഒറ്റ അമ്പലം കൊണ്ടാണ് ബാക്കി പട്ടിണി മുഴുവൻ മാറ്റുന്നത്. തേങ്ങയാണ്. എല്ലാ അമ്പലങ്ങളും വളരെ ഫ്ലറിഷ് ചെയ്ത് ഭംഗിയായിട്ടാണ് നടക്കുന്നത്. ഈ ദേവസ്വം ബോർഡ് മാറിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇത് നടക്കും. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേരളത്തിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? ആർക്ക് അനുകൂലമായിട്ടായിരിക്കും ഇത് വരിക? അതൊന്ന്. രണ്ട്, ഈ വിഷയത്തിൽ യഥാർത്ഥ കള്ളന്മാർ പിടിക്കപ്പെടുമോ? മറ്റൊന്ന്, ശബരിമല സംരക്ഷണത്തിന് ഏത് തരത്തിലുള്ള സംവിധാനമാണ് ഒരുക്കേണ്ടത്? ആർക്കാണ് അതിൻ്റെ ചുമതല നൽകേണ്ടത്? പരിശോധിക്കാം നമുക്ക്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ TG മോഹൻദാസ്. നമസ്കാരം സാർ. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദം, അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വാർത്തകളിൽ ഇടം നേടിക്കൊണ്ടിരിക്കുകയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുൾപ്പെടെ അറസ്റ്റിലായി കൊണ്ടിരിക്കുന്നു, റിമാൻഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ മുൻ മന്ത്രിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്. അന്വേഷണത്തിൻ്റെ ഗതി കണ്ടിട്ട് അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? മുൻ മന്ത്രിയിലേക്ക് എത്തി എന്ന് വരാം. ലോജിക്കലി നോക്കിയാൽ എത്തേണ്ടതുമാണ്. എത്തും എന്നുള്ള ഒരു പരിഭ്രമം കടകംപള്ളിയുടെ ഉത്തരങ്ങളിലും പുള്ളിയുടെ ശരീരഭാഷയിലും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ കടകംപള്ളിയെ ബലി കൊടുക്കാൻ പാർട്ടി തീരുമാനിച്ചാൽ അതിൽ അതിശയിക്കേണ്ടതില്ല. പാർട്ടി ഇതിനകത്ത് രാഷ്ട്രീയ ലാഭനഷ്ടങ്ങളല്ലേ നോക്കുകയുള്ളൂ. അല്ലാതെ വ്യക്തിപരമായ ബന്ധങ്ങളൊക്കെ ഒരു പരിധിവരേ ഉള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഉപേക്ഷിച്ചിട്ട് രാഷ്ട്രീയ ലാഭം നോക്കും. അതുകൊണ്ട് കടകംപള്ളി വരെ ഇത് പോയി എന്ന് വരാം, പോയില്ല എന്നും വരാം. അത് ഒരു ഗസ് വർക്കാണ്. ഇതിൻ്റെ രാഷ്ട്രീയമായ ഫോളോ ഔട്ട് എങ്ങനെയായിരിക്കും? അതായിരുന്നല്ലോ ലിയോയുടെ ആദ്യ ചോദ്യം. അതെ. വാസ്തവത്തിൽ അതിൽ ഞാൻ അല്പം സ്കെപ്റ്റിക്കലാണ്. അത്ര ശുഭവിശ്വാസി അല്ല. കാരണം പൊതുവേ ജനം, കേരളത്തിൽ മാത്രമല്ല പൊതുവേ ഭാരതത്തിലെ ജനം അഴിമതിയെ അത്ര വലിയ ഒരു കുറ്റമായിട്ട് കാണുന്നില്ല. രാഷ്ട്രീയത്തിൽ നിരന്തരമായിട്ട് അഴിമതി തിരമാലകൾ പോലെ വരികയും അതിൽ മുങ്ങി ആകെക്കൂടെ വലിയ പ്രശ്നമാണെന്നൊക്കെ വരികയും ചെയ്യുമ്പോൾ മാത്രമാണ് ജനങ്ങൾ തിരിഞ്ഞു നിൽക്കുന്നത്. മൻമോഹൻ സിംഗ് സർക്കാരാണ് അഴിമതിക്ക് വിധേയമായി പുറത്തു പോകേണ്ടി വന്ന ഒരു സർക്കാർ. അതിനു മുമ്പ് രാജീവ് ഗാന്ധിയുടെ സർക്കാർ. ഇതൊക്കെ നിരന്തരം അഴിമതി ആരോപണങ്ങൾ. 2Gയുടെ വന്നു, ആധാർ സ്കാം വന്നു, പിന്നാലെ ഇങ്ങനെ തിരമാല പോലെ വരുമ്പോഴാണ് അതിനൊരു ഇഫക്റ്റ് ഉണ്ടാകുന്നത്. അതല്ല, ഒരു ആരോപണമൊക്കെ ആണെങ്കിലും പൊതുവെ രാഷ്ട്രീയക്കാർ രക്ഷപ്പെട്ട് കളയുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉത്തമ ഉദാഹരണം ഈ 2020 നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്. 2020 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് നമ്മളുടെ സ്വർണ്ണക്കള്ളക്കടത്ത്. ഓർക്കണില്ലേ? അതെ അതെ അതെ. ആ സ്വർണ്ണക്കള്ളക്കടത്തിൽ ഏതാണ്ട് 30 കിലോ സ്വർണ്ണമായിരുന്നു. വലിയ ബഹളം. കടകംപള്ളി സുരേന്ദ്രനൊന്നും അല്ല, പിണറായി വിജയൻ്റെ ഓഫീസിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരനാണ് ഓപ്പറേറ്റ് ചെയ്തത്. ആ വാർത്ത പുറത്തു വന്നു. എല്ലാം അതിഭയങ്കരമായിട്ട് മീഡിയയും ഒക്കെ ഇന്ന് കാണുന്നതിലൊക്കെ എത്രയോ ഭീമമായ സംഗതിയായിരുന്നു. അതിൽ ഓരോ മന്ത്രിമാരായിട്ട് അതിനകത്ത് പെട്ടുപോകുന്നു. നമ്മുടെ KT ജലീൽ പെട്ടുപോകുന്നു. അതിന് പിന്നാലെ കുരുവിൽ സ്വർണം കടത്തി എന്ന് പറയുന്നു, ഖുറാനിൽ സ്വർണം കടത്തി, എന്തൊരു വേണം. ഒടുവിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാര്യമായ പരിക്ക് LDFന് സംഭവിച്ചില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു അവർക്കൊരു മുൻകൈ തന്നെ ഉണ്ടായിരുന്നു, മേൽക്കൈ തന്നെ ഉണ്ടായിരുന്നു. ഒരു 55-60% പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികളൊക്കെ അവരുടെ കയ്യിൽ പെട്ടു. ബാക്കിയുള്ളത് UDFനും BJPക്കും ഒക്കെ ആയിട്ട് പോയി. ഇതാണ് ഒരു വലിയ സ്വർണ്ണക്കൊള്ളയിൽ ജനങ്ങൾ കാണിച്ച ഒരു
സ്വഭാവം. അപ്പോൾ ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ്റെ അടുത്തെങ്ങും ഇത് എത്തിയിട്ടില്ല. എത്തുമെന്ന് വെറുതെ പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്നേ ഉള്ളൂ. ഹിന്ദുക്കളുടെ ഒരമ്പലത്തിലെ സ്വർണമാണ്. അത് ആദ്യത്തെ സംഭവമല്ല. ഹിന്ദു ക്ഷേത്രങ്ങളിലെ സ്വർണം ഇഷ്ടംപോലെ മോഷണം പോയിട്ടുണ്ട്, തിരിമറി നടന്നിട്ടുണ്ട്. പുതിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ടാണ് നോക്കൂ, ഹിന്ദുക്കൾ ആരെങ്കിലും തെരുവിൽ ഇറങ്ങിയോ ഈ പ്രശ്നത്തിൽ? ഇറങ്ങിയിട്ടില്ല. ഹിന്ദു സംഘടനകളും തെരുവിൽ ഇറങ്ങിയിട്ടില്ല. അത് പോലീസ് നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയാണ്. കാരണം അമ്പലത്തിലെ സ്വർണം മോഷ്ടിക്കുക, പണം തിരിമറി നടത്തുക, ഇതൊക്കെ നോർമലൈസ് ആയി കഴിഞ്ഞു. അതൊരു പുതിയ സംഭവമോ ഞെട്ടലുണ്ടാക്കുന്നതോ ഒന്നുമല്ല. വെറുതെ ഇരിക്കുന്ന ധ്വജം പുനഃപ്രതിഷ്ഠിക്കും, അതിൽ കാശുണ്ടാക്കും, ധ്വജ പുനഃപ്രതിഷ്ഠ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്യും. ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ശബരിമല ക്ഷേത്രത്തിലും ധ്വജ പുനഃപ്രതിഷ്ഠ നടന്നു, ഏറ്റുമാനൂർ ധ്വജ പുനഃപ്രതിഷ്ഠ നടന്നു. ഇന്നലെ ഒരാൾ, പഴയ പോലീസുകാരനാണ്, അദ്ദേഹം വെളിപ്പെടുത്തി ചോറ്റാനിക്കരയിൽ സ്വർണം പൂശാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അതിന് ഹൈദരാബാദിൽ നിന്നൊരു തരികിട പാർട്ടിയെ കൊണ്ടുവന്നിരുന്നു. അത് പോലീസുകാർ ഒബ്ജക്ഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അയാൾ തിരിച്ചുപോയി. അങ്ങനെ ആ പരിപാടി നടന്നില്ല. ചോറ്റാനിക്കര ദേവി വിഗ്രഹം തന്നെ സിംഗപ്പൂരേക്ക് കടത്തിക്കളഞ്ഞു. ഇപ്പോൾ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞിട്ടൊരു 10 വർഷം മുമ്പ് വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ ശബരിമലയിലും ഇപ്പോൾ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് അയ്യപ്പനാണെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടാനില്ല. കാര്യം എന്താണെന്നറിയാമോ? പട്ടാപ്പകലാണ് കഥകളക്കി കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ നവംബർ 5-ൻ്റെ ഇൻറ്ററിം ഓർഡർ നോക്കുക ഹൈക്കോടതിയുടെ. അതിൽ ഹൈക്കോടതി കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു, വെൻ ദ നട വാസ് ഓപ്പൺ ദ ഡോർ വാസ് റിമൂവ്ഡ് ബൈ കീഴ്ശാന്തിസ്. കീഴ്ശാന്തിമാരാണ് വാതിൽ ഇളക്കിയെടുത്ത് പുറത്തേക്ക് കൊടുക്കുന്ന പട്ടാപ്പകൽ. അന്നുണ്ടായിരുന്ന ക്യൂവിലുണ്ടായിരുന്ന ഒരാളെന്നോട് പറഞ്ഞു, 3/4 മണിക്കൂർ നേരം ദർശനം നിർത്തി വെച്ചിട്ട് ഈ 2 കഥകം ഇളക്കി, ശ്രീകോവിലിൻ്റെ കഥ ഇളക്കിയെടുത്ത് ഡയമെൻഷൻ എടുക്കുന്നു, തിരിച്ച് കഥക് ഫിറ്റ് ചെയ്യുന്നു, ദർശനം വീണ്ടും തുടങ്ങുന്നു. ഈ നാടകങ്ങളൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ നടന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പരാതിപ്പെടുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്യുകയുമില്ല. നമുക്കൊന്നും സാധാരണ ഒരു ഭക്തനെ സമയത്തോളം ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല ഇതൊക്കെ നടക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറയാൻ. കോടതി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അത് പുറത്തു വന്നു. അതുകൊണ്ട് പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എത്രയുണ്ടാവും എന്ന് എനിക്ക് വലിയ സംശയമുണ്ട്. ഞാനിത് പറയുമ്പോൾ ഞാൻ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുകയോ അങ്ങനെയൊന്നും ധരിക്കരുത്. ഈ പണ്ട് ഈ സ്വർണ്ണ കള്ളക്കടത്ത് നടന്നപ്പോൾ അന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ചർച്ചയിൽ ഞാനിത് പറഞ്ഞു, സ്വർണ്ണക്കള്ളക്കടത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയണം, എനിക്ക് സംശയമാണ്, ചിലപ്പോൾ റിഫ്ലക്റ്റ് ചെയ്തില്ല എന്ന് വരും എന്ന് പറഞ്ഞ കുറ്റത്തിന് ഞാൻ പിണറായിയുടെ ചാരനാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ എന്നെ ഉപദ്രവിക്കാൻ വന്നു. ഈ ഒരു ഫാക്റ്റ് പറയുമ്പോൾ ആ ഫാക്റ്റ് അല്ല മനസ്സിലാക്കുന്നത്, അതിൻ്റെ പൊളിറ്റിക്സ് എടുത്തിട്ട് അയാളെ അങ്ങനെ അറ്റാക്ക് ചെയ്യാം, അങ്ങനെ വിചാരിക്കരുത്. ഞാൻ അഴിമതിക്കോ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പൊതുവേ ജനങ്ങളുടെ ഒരു സ്വഭാവം ഇത് ഇങ്ങനെയാണ്. അഴിമതി തുടരെ വന്ന് ശ്വാസം മുട്ടലായി കഴിഞ്ഞാൽ മാത്രമേ ജനങ്ങൾ അതിനൊരു തീരുമാനം എടുക്കൂ. ഇനി ഞാനിങ്ങനെ പറയാൻ രണ്ടാമതൊരു കാര്യം കൂടെ ലിയോയോട് പറയാം. എൻ്റെ വീട്ടിൽ 3 സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞു ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനായിട്ട്. ഒരു BJP സ്ഥാനാർത്ഥി, ഒരു CPM വിമത സ്ഥാനാർത്ഥി, പിന്നെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഈ 3 പേരും അവരുടെ പത്രിക, അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഇത് അച്ചടിച്ച് തരുമല്ലോ. ഇത് ഞാൻ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയേ ഇല്ല. ബാക്കി കാര്യങ്ങളൊക്കെയാണ്, ചവർ നീക്കം, മറ്റത് കുടിവെള്ളം, അതുപോലത്തെ കാര്യങ്ങൾ. പിന്നെ പൊതുവേ രാഷ്ട്രീയ സാഹചര്യം, കേന്ദ്ര പദ്ധതി കേരളം പേര് മാറ്റി ഉപയോഗിക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ആയുഷ്മാൻ ഭാരത് ഞങ്ങളുടെയാണ്, ലൈഫ് മിഷൻ നരേന്ദ്രമോദിയുടെയാണ്, പിണറായി വിജയൻ പേര് മാറ്റിയതാണ്, ഇങ്ങനെയൊക്കെയുള്ള സാധനം. സ്വർണ്ണക്കൊള്ളയൊന്നും അതിലില്ല. 3 സ്ഥാനാർത്ഥി വന്നു, ഇനി 4മതൊരാളെ വരാനുള്ളൂ. അപ്പോൾ ഈ അവരാരും തന്നെ, ഈ 3 സ്ഥാനാർത്ഥി ആരും തന്നെ സ്വർണ്ണക്കൊള്ള ഒരു വിഷയമാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ജനങ്ങളുടെ ഇടയ്ക്ക് അത് വിഷയമായിട്ടില്ല എന്ന് സ്ഥാനാർത്ഥികൾ, അവരും പൾസ് എറിയുന്നവരാണല്ലോ, പൊട്ടന്മാരൊന്നും അല്ലല്ലോ. അപ്പോൾ അവരാരും ഈ പോയിന്റ് റേസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് രണ്ടാമത്തെ കാരണമായിട്ട് ഞാൻ പറയുന്നു, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു വിഷയമാകാനുള്ള സാധ്യത വിദൂരമാണ്. ആയാൽ കൊള്ളാമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ ആവുന്ന ലക്ഷണം കാണുന്നില്ല.
അല്ല, വേറൊരു കാര്യമുണ്ട് സാർ. ഇപ്പോൾ ഈ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വിദേശ ബന്ധമുണ്ട് എന്ന ഒരു സംശയമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ കേസ് അന്വേഷണം പോലീസിൽ നിന്നും CBIയിലേക്ക് പോകില്ലേ? അങ്ങനെ വരുമ്പോൾ എൻ്റെ ഒരു സംശയമാണ്, ഇതുവരെ പിണറായി സർക്കാരിനെതിരെ CBI നടത്തിയ ഒരു അന്വേഷണവും അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിലും അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഈ ഒരു വിഷയത്തിലും അത്തരത്തിൽ ഉള്ള ഒരു നീക്കമുണ്ടായാൽ, അതായത് CBI ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കേസ് മുന്നോട്ട് പോകുക എന്നാണ് അങ്ങ് കാണുന്നത്? ഞാൻ CBIയോട് എനിക്ക് ബഹുമാനമൊക്കെ ഉണ്ട്. ബട്ട് കേരളത്തിൽ ചരിത്രത്തിൽ ഇതുവരെ CBI ഒരു കേസും തെളിയിച്ചിട്ടില്ല. CBI കേരളത്തിൽ ജയിച്ചിട്ടുള്ള കേസുകൾ അത് മമ്മൂട്ടിയുടെ സിനിമയിൽ മാത്രമാണ്. ഗ്രൗണ്ട് ലെവലിൽ CBI ഒരു കേസും തെളിയിച്ചിട്ടില്ല. ലേറ്റസ്റ്റ് നോക്കുക, വാളയാർ കേസ് CBI അന്വേഷിച്ചതല്ലേ. CBI ഇപ്പോൾ അമ്മയെ പ്രതിയാക്കുന്ന നടക്കുകയാണ്. അത് പിന്നെ എന്തായെന്ന് എനിക്കറിയില്ല. CBIക്ക് എൻ്റെ നോട്ടത്തിൽ കേരളത്തിൽ വലുതായ ഒരു പ്രസക്തി, ഇതിനൊക്കെ കാരണം ഞാൻ പറയാം. CBIയിൽ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ, NIAയിൽ, കസ്റ്റംസിൽ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ്, ഇതിലൊക്കെ ഇടതുപക്ഷ ഉദ്യോഗസ്ഥന്മാരാണ് ഭൂരിപക്ഷം. കാര്യം കേന്ദ്ര ഏജൻസിയാണ്. വൈ ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ്? ബിക്കോസ് ദ ഓഫീസേഴ്സ്, മെജോറിറ്റി ഓഫ് ദം ബിലോങ് ടു ദ ലെഫ്റ്റ് ഗ്രൂപ്പ്. അത് CPMൻ്റെ ഒഫീഷ്യൽ ചുമതല സംഗതിയൊന്നും അവർക്കില്ല, പക്ഷേ ആ ചായ ഉള്ളവരാണ്. ഇതുകൊണ്ടാണ് ഈ കേസുകളൊന്നും മുന്നോട്ട് പോകാത്തത്. അപ്പോൾ പിന്നെ നരേന്ദ്രമോദി ഇടപെടാത്തത് എന്താ? അങ്ങേർക്ക് ഇതിന് നേരമില്ല. അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. ചില ഏജൻസികൾ ഏതെങ്കിലും മൂലയ്ക്ക് ഏതെങ്കിലും ഒരു കേസിൽ ഉഴപ്പുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ഇതുവരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നില്ലായിരിക്കാം. ബട്ട് ഐ ആം ടെലിങ് യു വൈ ദീസ് കേസസ് ആർ ഓൾ പെൻഡിങ്. സ്വർണ്ണ കള്ളക്കടത്ത് എങ്ങും എത്താതെ പോയി 1-2 പേരെ പിടിച്ചു. കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ കണക്കൊക്കെ ഉണ്ടാവും കസ്റ്റംസുകാർക്ക്. ഞങ്ങൾ 3 പേരെ പിടിച്ചു, അവർ ജയിലിലാണ്. ശിവശങ്കരന് 1 വർഷത്തോളം ജയിലിൽ കിടന്നു, സ്വപ്ന സുരേഷ് ജയിലിൽ കിടന്നു. ഇങ്ങനെ കണക്കൊക്കെ പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റും. ബട്ട് ഓവറോൾ മനുഷ്യർക്കൊരു ഫീലിംഗ് ഉണ്ടായി, നിങ്ങൾക്ക് പിണറായി വിജയനെ തൊടാൻ സാധ്യമല്ല. ലിയോ, സിമ്പിൾ ഒരു കാര്യം ആലോചിച്ച് നോക്ക്. പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അതേ ഓഫീസിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തൊട്ടടുത്ത മുറിയിലിരുന്ന് ഈ ഓപ്പറേഷൻ നടത്തുന്നു. ഏത് അന്വേഷണ ഏജൻസി ആണെങ്കിലും മുഖ്യമന്ത്രിയോട് ഒന്ന് ചോദിക്കും, ഏയ് നിങ്ങൾ അറിഞ്ഞോ നിങ്ങളുടെ തൊട്ടപ്പുറത്തെ മുറിയിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നതായിട്ട്? ചോദിക്കണ്ടേ? ഒന്ന് ചോദിച്ചിട്ടില്ല, ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പിണറായി വിജയന് പങ്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് അന്വേഷിക്കാനായിട്ട് എന്ത് വെച്ചാണ് പിണറായി വിജയനോട് ചോദിക്കുന്നത്? ശബരിമലയുടെ സ്ട്രോങ് റൂം എവിടെയായിരിക്കും ആർക്കും അറിയില്ല. എനിക്ക് തോന്നുന്നത് ദേവസ്വം ബോർഡിൻ്റെ നന്ദാവനത്തെ ആഫീസിൻ്റെ അവിടെയോ ഉള്ളതായിരിക്കും. ഏതായാലും ക്ലിഫ് ഹൗസിൻ്റെ അടുത്തോ പിണറായി വിജയൻ്റെ ഓഫീസിനടുത്തോ അല്ല. ഓഫീസിൽ വെച്ച് നടന്നൊരു കാര്യത്തിന് പിണറായി വിജയനെ ചോദ്യം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഓഫീസിൽ നിന്ന് ദൂരെ നടന്നൊരു കാര്യത്തിന് എങ്ങനെയാണ് ചോദ്യം ചെയ്യാൻ പോകുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ലിങ്കാണത്. നമ്പർ 2, ലിയോ പറഞ്ഞത് ഈ പുരാവസ്തു കച്ചവടക്കാരെ ആ ഒരു ആംഗിൾ കോടതി അതിൽ മനഃപൂർവ്വം കൊണ്ടുവന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ആ ഓർഡർ എഴുതുമ്പോൾ ഇതിങ്ങനെ വലിയൊരു തട്ടിപ്പായി പോയി, ഇതിൻ്റെ വ്യാപ്തിയെപ്പറ്റി ഒരു സൂചന തന്നു എന്നേ ഉള്ളൂ. അല്ലാതെ അതിനൊരു അന്താരാഷ്ട്ര മാനദണ്ഡമുണ്ട്, അതുകൊണ്ട് CBI വരട്ടെ, അങ്ങനെ അത് വ്യാഖ്യാനിക്കാൻ പ്രയാസമാണ്. അതും കൊണ്ട് ഒരു CBI അന്വേഷണം ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും ആ ഒരു കമൻറ്റിൻ്റെ പുറത്ത് CBI അന്വേഷണം കിട്ടാൻ പ്രയാസമാണ്. വാസ്തവത്തിൽ ഇപ്പോൾ ഈ അന്വേഷണ സംഘം തന്നെ സ്ട്രോങ് ആയിട്ട് പെരുമാറുന്നത് ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടാണ്. ദേ ആർ റിപ്പോർട്ടിംഗ് ടു ഹൈക്കോർട്ട്, നോട്ട് ടു ദ സ്റ്റേറ്റ് പോലീസ് ചീഫ്. സ്റ്റേറ്റ് പോലീസ് ചീഫിനോട് ആലോചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ബട്ട് ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷനുണ്ട്. ഹൈക്കോടതിയാണ് അവരെ H. വെങ്കടേഷിനെയും ടീമിനെയും നിയമിച്ചിരിക്കുന്നത്. ഈ പ്രൊട്ടക്ഷൻ എത്ര കാലം ഉണ്ടാകും വെങ്കടേഷിന്? സപ്പോസ് ഇപ്പോൾ വെക്കേഷന് ഈ ജഡ്ജി മാറി വേറൊരു ജഡ്ജി വരുന്നു, അദ്ദേഹത്തിന് ഇതേ രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ സാധിക്കില്ല എന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറമെൻറ്റ് ഓഫ് ദ ജഡ്ജ് ഓൾസോ. അപ്പോൾ ഇതൊക്കെ IPSകാരനായ H. വെങ്കടേഷിനും അറിയാം തന്നെ ആര് സംരക്ഷിക്കുമെന്നും ആത്യന്തികമായിട്ട് താൻ എവിടെയാണ് നിൽക്കുന്നതെന്നുമല്ല. അപ്പോൾ ഈ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവൈലബിൾ ഓപ്ഷൻസിൽ
ഈ ടീം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ ഇത് അന്വേഷിക്കുന്നതാണ് നല്ലത്. കാരണം ടൈം ബീയിങ് എങ്കിലും ഹൈക്കോടതിയുടെ സംരക്ഷണയിലാണ് അവർ. ആ സ്വാതന്ത്ര്യം അവർക്കുണ്ട്, ആ ധൈര്യവും അവർക്കുണ്ട്. അതല്ലാതെ പൊളിറ്റിക്കൽ ബോസുമാരുടെ കീഴിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരന്വേഷണവും നടക്കാൻ പോകുന്നില്ല. ഫോർ ദാറ്റ് മാറ്റർ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ LDF പോയി UDF വന്നു എന്ന് വിചാരിച്ചോ, അപ്പോഴും ലിജോയ്ക്ക് തോന്നുന്നുണ്ടോ കടകംപള്ളി സുരേന്ദ്രൻ കുഴപ്പത്തിലാവുമെന്ന്? ആവില്ല. അതിൻ്റെ ഉദാഹരണം നമ്മളുടെ INTUC നേതാവ് ചന്ദ്രശേഖരനാണ്. കശുവണ്ടി കേസിൽ CBIക്ക് പ്രോസിക്യൂട്ട് ചെയ്യാൻ കൊടുക്കാതെ നിർത്തിയിരിക്കുന്ന ചന്ദ്രശേഖരൻ കേരള രാഷ്ട്രീയത്തിൻ്റെ ഒന്നാന്തരം എക്സാമ്പിളാണ്. ശരിയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ അതാണ് പല സാധാരണക്കാരും പറയുന്നതാണ്, ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള ഒരു തരത്തിലേക്ക് സാധാരണക്കാർ പോലും ചിന്തിക്കാൻ തുടങ്ങിയിരിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് എങ്ങനെ ഈ വളരെ പ്രധാനപ്പെട്ട 2 തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുകയാണല്ലോ, അതിനെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ചോദിക്കാൻ കാര്യം എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ സ്ത്രീ പ്രവേശന വിഷയം UDFന് അനുകൂലമായി വന്നു. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ സ്ത്രീ പ്രവേശന വിഷയത്തിന് ശേഷം ഇപ്പോൾ സ്വർണ്ണക്കൊള്ള വിവാദവും ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ UDFനൊപ്പം ജമാഅത്തെ, പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയവരൊക്കെ തന്നെ നിൽക്കുകയാണ്, മുസ്ലിം ലീഗിന് പിന്തുണ നൽകിക്കൊണ്ട്, UDFന് പിന്തുണ നൽകിക്കൊണ്ട്. ഈ സാഹചര്യത്തിൽ ഈ വിഷയം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഈ സാഹചര്യത്തിൽ ഈ വിഷയം തിരഞ്ഞെടുപ്പ് റിസൾട്ടിലേക്ക് വരുമ്പോൾ ആർക്ക് അനുകൂലമായിട്ട് വരും എന്നുള്ളതാണ്. അങ്ങ് ആ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു സാധ്യത കാണുന്നുണ്ടോ, അങ്ങ് ഒരു ഇമ്പാക്റ്റ് റിസൾട്ടിനെ? ലിയോ, ഞാനതാ പറയുന്നത്, ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമേ ആകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതുവരെ ആയിട്ടില്ല എന്ന്. ഇതുവരെ ഞാനതാ പറഞ്ഞത്, 3 സ്ഥാനാർത്ഥികളുടെ പ്രകടന പത്രിക എന്ന് പറയാൻ പാടില്ല, അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് എഴുതി ഈ വീട് തോറും കൊടുക്കുന്ന അതിൽ ശബരിമല വന്നിട്ടില്ല. ഇനി 4ാമത്തെ ആൾ ശബരിമലയെ പറ്റി എഴുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനി വരാനിരിക്കുന്നത് CPM സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ ഈ ജനങ്ങളുടെ ഒരു വികാരമായിട്ട് അത് ഉയർന്നു വരണ്ടേ, അപ്പോഴേ അത് വോട്ടിൽ പ്രതിഫലിക്കുകയുള്ളൂ. നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കൂടെ ശബരിമല സ്വർണ്ണക്കൊള്ളയും. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള നിൽക്കുന്നത് രാഷ്ട്രീയക്കാരുടെ ഒരു സാധാരണ അമ്പലത്തിലെ അതല്ലെങ്കിൽ ഇപ്പോഴാണ്, പണ്ട് മുതലേ തുടരുന്നതല്ലേ, ഈ ഒരു സിനിക്കൽ ദൃഷ്ടിയിലാണ് ജനം കാണുന്നത്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ സാർ, അപ്പോൾ ഈ ജനങ്ങളൊക്കെ ഇപ്പോൾ പൊതുവിൽ പണ്ട് ഈ സ്ത്രീ പ്രവേശന വിഷയം ഉണ്ടായപ്പോൾ വളരെ ശക്തമായ പ്രകടനത്തിലേക്കൊക്കെ ആൾക്കാർ പോയി, സംഘടനകളൊക്കെ നേതൃത്വം നൽകി, അതായത് NSS നേതൃത്വം നൽകിയിട്ടുണ്ട്. അതിനുശേഷം രാഷ്ട്രീയ പാർട്ടികൾ വന്നു. ഇപ്പോൾ ഒരു പൊതുവികാരം, ഇപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ എന്തെങ്കിലും ഒരു സൂചനയാണോ നോക്കിയാൽ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഇതൊരു ഒരു വികാരമായി അയ്യപ്പ ഭക്തരുടെ മനസ്സിലേക്ക് വീണ്ടും എത്തിയിട്ടില്ലേ എന്നൊരു സംശയമുണ്ട്. കാരണം അയ്യപ്പനെ കൊള്ളയടിക്കുന്നവർ അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെ വരാറില്ല അല്ലയോ, എൻ്റെ നിരീക്ഷണം ഞാൻ പറയാം. ഇപ്പോൾ കേരളത്തിലെ അമ്പലങ്ങളിൽ പൊതുവെ ഷർട്ടിട്ട് കയറാൻ പാടില്ല. ഒരാൾ അബദ്ധവശാൽ ഷർട്ടിട്ട് കയറി എന്ന് വെച്ചോ, ഒരു 150 പേരുണ്ടാകും ചൂണ്ടിക്കാണിക്കാൻ, ഷർട്ട് അഴിക്ക് എന്ന് പറയും. അഴിച്ചില്ലെങ്കിൽ അയാളോട് ദേഷ്യപ്പെടും. ഇതുപോലെ തന്നെ ചെരുപ്പിട്ടാലും ഉള്ള അനുഭവം. അതേസമയം അമ്പലത്തിലെ ഒരു സ്വർണത്തിൻ്റെ കുടം, അതും കൊണ്ട് ലിയോ പുറത്തേക്ക് പോവുകയാണെന്ന് വെച്ചോ, ആരും ചോദിക്കില്ല, ഈ കുടം എവിടെ കൊണ്ടുപോകുന്നു, ആരാ നിങ്ങൾ എന്ന് ആരും ചോദിക്കില്ല. അതാണ് ഈ ആചാരങ്ങളും പിന്നെ സ്വത്തും തമ്മിലുള്ള വ്യത്യാസം. സ്വത്തിനെ സംബന്ധിച്ച് ഭക്തന്മാർ അത്ര വറീഡല്ല. അതാണ് വറീഡ് ആവേണ്ടതാണ്, പക്ഷേ ആവുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് ആചാരങ്ങളാണ് പ്രധാനം. അതിൽ അവർ സ്വമേധയാ കയറി ഇടപെടും. അതാണ് ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൽ സ്വമേധയാ കയറി സമരത്തിനും ബഹളത്തിനുമൊക്കെ ഇറങ്ങുകയും ശബരിമലയുടെ സ്വത്ത് കൊള്ളയടിച്ചപ്പോൾ അത് TV കണ്ടിങ്ങനെ മോശമായിപ്പോയി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നതല്ലാതെ തെരുവിൽ ഇറങ്ങാത്തതിൻ്റെ കാരണം ഇതാണ്. അങ്ങനെ വൈകാരികമായ ഒരു അറ്റാച്ച്മെൻറ്റ് ദേവൻ്റെ സ്വത്തിനോട് ഹിന്ദുക്കൾക്ക് ഇല്ല, ആചാരങ്ങളോട് ഉണ്ട് താനും. ഇതാണ് ആചാരങ്ങളെല്ലാം അനാചാരങ്ങളോ അത്യാചാരങ്ങളോ ദുരാചാരങ്ങളോ ആയിക്കോട്ടെ, അത് നിലനിൽക്കുകയും സ്വത്ത് നഷ്ടപ്രായമായി പോവുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഒറ്റപ്പെട്ട ആൾക്കാർ കോടതിയിൽ ഫൈറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു കോടതി വിധി കിട്ടുകയോ അത് ആഘോഷിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും പാരലലി. അത് പക്ഷേ വളരെ തുച്ഛമായ ആൾക്കാരാണ്. ഈ ദേവസ്വങ്ങളുടെയൊക്കെ സ്വത്ത് എത്രയോ കാലമായിട്ട് സർക്കാർ കുറേശ്ശെ ആയിട്ട് എടുത്ത് തീരാറായി. ഇപ്പോൾ ഭൂപരിഷ്കരണത്തിൻ്റെ പേരിൽ പോയി
പിന്നെ പാട്ടക്കരാറിൻ്റെ പേരിൽ പോയി പല രീതിയിൽ ഭൂമി നഷ്ടപ്പെട്ടു. ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് വലിയ റിപ്പോർട്ട്, അതിന് ഭൂമി നഷ്ടപ്പെട്ടതിനെ പറ്റിയുള്ള റിപ്പോർട്ടാണ്. ഇതൊക്കെ വന്നിട്ടും ഒന്നും ഭക്തജനങ്ങളൊന്നും കുലുങ്ങുന്നില്ല. ഓക്കെ. അതേസമയം ആചാരലോപം സംഭവിച്ചാൽ കുലുങ്ങുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ പൊതുവികാരം അതിന് അത്ര വലിയ പ്രശ്നമല്ല എന്നാണ് കാണുന്നത്. സ്വത്ത് പോയി കഴിഞ്ഞാൽ വലിയ വിഷമമില്ല. അതല്ലെങ്കിൽ ഞാൻ വേറൊരു സംശയം ചോദിച്ചോട്ടെ, നമ്മുടെ നാട്ടിലെ പ്രതിഷേധങ്ങളുടെയൊക്കെ തന്നെ രൂപവും ഭാവവും മാറുകയാണോ? കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. അവരാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രതിഷേധ സമരങ്ങളുടെ എല്ലാം തന്നെ വക്താക്കൾ. അവർ ഭരിക്കുകയാണ്. പക്ഷേ ശക്തമായ സമരങ്ങളൊന്നും തന്നെ പലപ്പോഴും കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മുന്നിൽ എന്ത് സമരം ചെയ്തിട്ടും കാര്യമില്ല എന്നൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടാകുമോ നമ്മുടെ സാമൂഹിക അന്തരീക്ഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ? അല്ല, അതൊരു നിരാശയുടെ സ്വരമാണ്. ഇവർക്ക് മുമ്പിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളത്. അത് പ്രതിപക്ഷത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാകഷ്ടവുമാണ്. പുതിയ സമരമാർഗങ്ങൾ ഒരുപാടുണ്ട്, ലോകത്ത് തന്നെയുണ്ട്. ഇപ്പം രാഹുൽ ഗാന്ധിയൊക്കെ ആഹ്വാനം ചെയ്ത ജെൻസി സമരമുണ്ടല്ലോ. ഒരുപക്ഷെ ശബരിമലയുടെ പേരിൽ ഒരു ജെൻസി സമരം സംഘടിപ്പിക്കാൻ പ്രതിപക്ഷങ്ങൾക്ക്, അത് BJP ആയിക്കോട്ടെ കോൺഗ്രസിനായിക്കോട്ടെ, അത് സാധിക്കേണ്ടതാണ്. ജെൻസി സമരം സ്പോണ്ടേനിയസ് ആയിട്ടാണ് സംഭവിക്കുന്നതെന്ന് തോന്നുമെങ്കിലും അതിന് പുറകിൽ ഒരുപാട് വർക്കുണ്ട്. നേപ്പാളിൽ നടന്ന ജെൻസി സമരം അത് രാജ്യത്തിനെതിരെയായിരുന്നു. ബട്ട് 3 വർഷത്തോളം അവരത് ഓർഗനൈസ് ചെയ്തിട്ടാണ് ആ സമരം നടന്നത്. അപ്പോൾ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു ചെറുപ്പക്കാരുടെ ഒരു ജെൻസി പ്രക്ഷോഭം അത് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാതെ തന്നെത്താൻ ഉണ്ടാവുകയൊന്നുമില്ല. അതൊക്കെ വെറുതെ തോന്നുന്നതാണ്. അത് പൊട്ടിപ്പുറപ്പെട്ടു, അങ്ങനെ പൊട്ടിയൊന്നും പുറപ്പെടുകയില്ല. ആരോ പൊട്ടിച്ചിട്ടാണ് അത് പുറപ്പെടുന്നത്. അതുകൊണ്ട് അതിന് സാമർഥ്യമുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. ബട്ട് ആരും അത് ചെയ്യുന്നില്ല ആണ് യാഥാർത്ഥ്യം. ഓക്കെ. അല്ലേ, ഈ വിഷയത്തിൽ BJP ഒരു ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്ന് പൊതുവിലൊരു സംസാരമുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? അതെ, ഈ ജനങ്ങളുടെ വികാരത്തിനൊത്താണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. ജനവികാരം വളരെ രൂക്ഷമാണ്. ജനങ്ങൾക്കിതിൽ വലിയ പ്രതിഷേധമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ BJP മറ്റെല്ലാവരും അത് ചെയ്യും. ശബരിമല യുവതീ പ്രവേശം നോക്കുക, എന്തായിരുന്നു ആദ്യം നിലപാട് BJPയുടെ? അത് കഴിഞ്ഞിട്ട് ജനവികാരം വേറെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലപാട് മാറ്റുകയായിരുന്നു. ആണല്ലോ. ഇറ്റ്സ് ഓൾ പബ്ലിക്കിൽ വന്നു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഞാനതൊരു അവരുടെ കുറ്റമായിട്ടോ കുറവായിട്ടോ പറയുകയല്ല, നടന്ന യാഥാർത്ഥ്യം പറയുകയാണ്. അപ്പോൾ ജനവികാരം ഇതിന് അനുകൂലമാണ് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് എതിരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ കൂടെ നിൽക്കും. അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ഒരു മുദ്രാവാക്യം ഉയർത്തി കഴിഞ്ഞാൽ അത് ഏറ്റുപിടിക്കാൻ പുറകിൽ 10 ജനമില്ലെങ്കിൽ അവർ പതുക്കെ ആ മുദ്രാവാക്യം താഴെ വെച്ച് കളയും. അതെ, ഇതാണ് സംഭവിക്കുന്നത്. അത് ആത്മാർത്ഥത കുറവുകൊണ്ടല്ല. BJPയും ജനവികാരം ഗെയ്ജ് ചെയ്യുന്നുണ്ട്. അവരും പരിശോധിക്കുന്നുണ്ട്, പൾസ് പരിശോധിക്കുന്നുണ്ട് ഗ്രൗണ്ട് ലെവലിൽ. അപ്പോൾ ഒരുപക്ഷെ അവർക്കും കിട്ടിയ ഫീഡ്ബാക്ക് ഇതായിരിക്കും, ഇത് വലുതായിട്ട് ക്ലിക്ക് ചെയ്യാൻ പോകുന്ന ഇഷ്യൂ അല്ല. യെസ്, നമുക്ക് പറയാം. ബട്ട് ആ ഒരു ഇഷ്യൂവിൻ്റെ പുറത്ത് തെരഞ്ഞെടുപ്പിൽ കാര്യമായ വ്യത്യാസം വരില്ല എന്ന് തോന്നിക്കാണാം എന്ന് എനിക്ക് തോന്നുന്നു. അത് പറയേണ്ടത് BJPക്കാരാണ്. ഞാൻ എൻ്റെ ഒരു തോന്നൽ പറഞ്ഞതേ ഉള്ളൂ. അല്ല സാർ, വേറൊരു കാര്യം കൂടി ഇതിനിടയിൽ സംസാരമാകുന്നുണ്ട്. ഈ ക്ഷേത്രങ്ങളുടെ സംരക്ഷണം സംബന്ധിച്ചുള്ള കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ ഇടപെടുത്തും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. BJP നേതാക്കൾ അത് പറയുന്നുണ്ട്. പക്ഷേ അത് നിയമപരമായി എത്രത്തോളം സാധിക്കും അല്ലെങ്കിൽ പ്രാക്ടിക്കലി അത് സാധിക്കുന്ന കാര്യമാണോ? നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് കൊള്ള നടക്കുന്നുണ്ട്, ഒരുപാട് കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ തടയാൻ എന്താണ് മാർഗം? അല്ലാതെ ഈ കേന്ദ്രം ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് നരേന്ദ്രമോദിയൊന്നും അല്ലല്ലോ ക്ഷേത്രം ഭരിക്കാൻ പോകുന്നത്. കേരള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെക്കാൾ സത്യസന്ധരാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അത് എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ. അതുപോലെ ആചന്ദ്രതാരമേ സന്തതി പ്രവേശമേ നരേന്ദ്രമോദി ഭരിക്കും എന്ന് വിചാരിക്കുന്ന സാധുക്കളുണ്ട്. അവരാണ് ഈ കേന്ദ്രം ഏറ്റെടുക്കണം എന്ന് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. കേന്ദ്രത്തിൽ നാളെ CPM അധികാരത്തിൽ വന്നു എന്ന് വയ്ക്കുക, ജനാധിപത്യമല്ലേ എന്ന്. ക്ഷേത്രങ്ങളോട് ഒരു മതിപ്പുമില്ലാത്ത സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് ഇൻ പ്രിൻസിപ്പിൾ സർക്കാർ ഏറ്റെടുക്കുന്നതിന് തന്നെ ഞാൻ എതിരാണ്. ഓക്കെ. ബട്ട് ശബരിമല ഒരു സ്പെഷ്യൽ കേസായിട്ട്
കേന്ദ്രത്തിന് ഏറ്റെടുക്കാം. ഒരു യൂണിയൻ ടെറിട്ടറി ഓഫ് റാന്നി ഉണ്ടാക്കുക, UTR. ഭരണഘടനയുടെ 2ാം വകുപ്പ് അനുസരിച്ച് കേന്ദ്രത്തിന് ഒരു പുതിയ സംസ്ഥാനമോ കേന്ദ്രഭരണ പ്രദേശമോ ഉണ്ടാക്കാം. അതിന് ഒരു കാരണവും ആരെയും ബോധിപ്പിക്കേണ്ട ഒരാവശ്യവുമില്ല. ഓക്കെ. അതിന് കാരണം പറയണ്ട, ഒരു കാരണവും വേണ്ട. ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. ചെയ്യാതിരിക്കുന്നവരാണ്, അല്ല അവർ സുപ്രീം കോടതിയിൽ പോട്ടെ എന്ന്. സുപ്രീം കോടതി പോകുമ്പോഴാണല്ലോ അത് പിന്നെ നോക്കാം. നിങ്ങൾ റാന്നി താലൂക്കിനെ ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് പ്രഖ്യാപിക്കുക. എന്നിട്ട് ശബരിമലയ്ക്ക് മാത്രമായിട്ട് ശബരിമല ഗവേൺ ചെയ്യാൻ ഒരു അതോറിറ്റിയും ഈ യൂണിയൻ ടെറിട്ടറി ഓഫ് റാന്നിയുടെ ലഫ്റ്റനൻറ്റ് ഗവർണറായിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള റിട്ടയർഡ് IAS അല്ലെങ്കിൽ സർവിങ് IAS, നിങ്ങൾ എത്രയോ യൂണിയൻ ടെറിട്ടറി ഉണ്ട്, അവിടെയൊക്കെ ലഫ്റ്റനൻറ്റ് ഗവർണർമാരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ലഫ്റ്റനൻറ്റ് ഗവർണറെ വെച്ചിട്ട് അപ്പോൾ കേന്ദ്രസേനയ്ക്ക് അവിടെ കയറാം. മറ്റേ കടുവാ സങ്കേതമാണ് ശബരിമല. കേന്ദ്രത്തിൻ്റെ ഒരു സൂപ്പർവിഷൻ എപ്പോഴും ആ ഏരിയയിലുണ്ട്. പെരിയാർ ടൈഗർ റിസർവിൽപ്പെട്ട സ്ഥലമാണ് ശബരിമല. അവിടെ 67 ഏക്കറേ നമുക്കുള്ളൂ ക്ഷേത്രത്തിന്. ഇനി 1 ഇഞ്ച് സ്ഥലം ഇവർ കൊടുക്കുകയില്ല, കേന്ദ്ര സർക്കാർ കൊടുക്കുകയില്ല വനം. അത് ചോദിക്കുന്നതും ശരിയല്ല. ഈ ക്ഷേത്രം വികസിപ്പിച്ച് വനം മുഴുവൻ നശിപ്പിക്കുന്നതും ശരിയല്ല. അതൊരു ഹിന്ദു സ്വഭാവവുമല്ല. അപ്പോൾ ഇത് മൊത്തത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു യൂണിയൻ ടെറിട്ടറി ഓഫ് റാന്നി, ഇത് ഈ ആശയം വേറൊരു രീതിയിൽ, എക്സാക്ട്ലി ഞാൻ ഈ പറഞ്ഞ രീതിയിലല്ല. എനിക്ക് അത്ഭുതം തോന്നി, നമ്മളുടെ സസ്പെൻഷനിൽ നിൽക്കുന്ന N. പ്രശാന്ത് IAS ഉണ്ടല്ലോ, അതെ, അദ്ദേഹം ഇന്നലെയോ മിനിഞ്ഞാന്നോ ശബരിമലയിൽ പോയിട്ട് ദീർഘമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നില്ല, ബട്ട് ഹീ ഈസ് സജസ്റ്റിംഗ് സംതിങ് സിമിലർ ടു ദിസ്. അപ്പം ഞാനിത് കഴിഞ്ഞ മാസം തന്നെ ചെയ്തിരുന്നു. ഈ കേന്ദ്രം ടേക്ക് ഓവർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹോസ്റ്റൈൽ ആക്ഷനായിട്ട് തോന്നും. ടേക്കിംഗ് ഓവർ അല്ല, ഇത് ഫെസിലിറ്റേറ്റിംഗ്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ നടുക്ക് ഒരു സംസ്ഥാനത്തിനേക്കാൾ കൂടുതൽ കേന്ദ്രത്തിന് ആ വനത്തിൽ പവർ ഉള്ളതിനാൽ കുറേ കൂടെ സൂക്ഷിച്ചും സിംഗിൾ കമാൻഡിലും ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം യൂണിയൻ ടെറിട്ടറിയാണ്. അത് കേരളത്തിന് വിരുദ്ധമാണ്, കേരളത്തിൻ്റെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നു, അങ്ങനെയൊന്നുമില്ല. കേരളത്തിന് വേണ്ടി ഒരു സെപ്പറേറ്റ് സംവിധാനം ഉണ്ടാക്കുന്നു എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ അത് ആ സ്പിരിറ്റിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കേരളത്തിന് ഒരു സക്സസ് ആയിട്ട് തോന്നാം. അപ്പോൾ പെട്ടെന്ന് സർക്കാരിന് വരുന്നത് ഇതിൻ്റെ റവന്യൂ നഷ്ടം. ഈ സർക്കാർ പറഞ്ഞ് ഫലിപ്പിച്ചിരിക്കുന്ന ഒരു കള്ളമുണ്ട്, ശബരിമലയിലെ പൈസ കൊണ്ടാണ് മറ്റമ്പലങ്ങൾ നടക്കുന്നത്. അതൊക്കെ പച്ചക്കള്ളമാണ്, വെറുതെ പറയുന്നതാണ്. എല്ലാ പൈസയും കൂടെ ദേവസ്വം ബോർഡിൻ്റെ ഖജനാവിൽ പോകുന്നു. അവിടെ നിന്ന് ഓരോ അമ്പലത്തിലും ശമ്പളമോ മറ്റു ചിലവോ കൊടുക്കുന്നു. ഇതിൽ ഒരമ്പലം മറ്റമ്പലത്തെ ഫൈനാൻസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്, തെറ്റാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള ഇവരുടെ ഏറ്റവും വലിയ തുറുപ്പിയിട്ട് എന്താണെന്നറിയാമോ, ഇവർ ഓഡിറ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റേ നടത്തുകയില്ല. ഇത് നടത്തിയാൽ ഇത് പുറത്തു വിടുകയില്ല. നമ്മൾ വിവരാവകാശം എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ പിന്നാലെ നടക്കണം. ഈ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യണ്ടേ? എൻ്റെ കയ്യിൽ 2015-16 ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റുണ്ട്. അതിൽ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ വന്നും പോയും 5000 രൂപയാണ് ഖജനാവിലേക്ക് ഒരമ്പലം അങ്ങോട്ട് അടയ്ക്കാനുള്ളത്. ഡെബിറ്റിൽ നിൽക്കുന്ന ഒരേ ഒരു അമ്പലമേ ഉള്ളൂ. ബാക്കിയുള്ള അമ്പലങ്ങളൊക്കെ സർപ്ലസാണ്, അവർ ഖജനാവിലേക്ക് പൈസ കൊടുത്തത്. ചുമ്മാ പറയുകയാണ് ശബരിമല വെച്ചാണ് ബാക്കിയെല്ലാം നടക്കുന്നത്. ഗുരുവായൂർ ഒറ്റ അമ്പലം കൊണ്ടാണ് ബാക്കി പട്ടിണി മുഴുവൻ മാറ്റുന്നത്. തേങ്ങയാണ്. എല്ലാ അമ്പലങ്ങളും വളരെ ഫ്ലറിഷ് ചെയ്ത് ഭംഗിയായിട്ടാണ് നടക്കുന്നത്. ഈ ദേവസ്വം ബോർഡ് മാറിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇത് നടക്കും. ശരിയാണ്. എന്തായാലും വളരെ വളരെ സങ്കീർണമായൊരു സാഹചര്യം ശബരിമലയിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഭക്തജനങ്ങൾക്ക് ദേവൻ്റെ സ്വത്ത് ഇത്തരത്തിൽ കവർച്ച ചെയ്യപ്പെടുന്നതിൽ വലിയ താല്പര്യമുണ്ടോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നതെന്നാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അങ്ങ് പറഞ്ഞതുപോലെ ഇത് കൃത്യമായി നിഷ്പക്ഷമായി കാര്യക്ഷമമായി നടത്തിക്കൊണ്ടു പോകുവാൻ ഒരു സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ അത് ഏറ്റവും ഉചിതമായിരിക്കും. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. താങ്ക് യു. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.